ഊണ് കഴിക്കാറായില്ലേ കുട്ടികളെ? ചിന്നമ്മോ, അച്ഛൻ ആദ്യം കഴിച്ചോട്ടെ. അവളൊന്ന് തെളിഞ്ഞ് ചിരിച്ചു കണ്ടത് ഇന്നാണ്. ദാസിന്റെ കമ്പനി കുട്ടിക്ക് ഇഷ്ടായി എന്ന് തോന്നുന്നു. സൗകര്യമുള്ളപ്പോ അങ്ങോട്ട് വരാൻ പറയാം. ഒഴിവുള്ളപ്പോഴൊക്കെ ഞാനും അങ്ങോട്ട് ഇറങ്ങാം. വെൽക്കം, യു ആർ ഓൾവേസ് വെൽക്കം, പ്ലീസ്. മറന്നു പോവാതിരിക്കാൻ ഒഴിവുള്ളപ്പോ പരീക്ഷിച്ചോളൂ. ഇവിടെ ഇരുന്ന തുരുമ്പ് പിടിക്കും. എനിക്ക് സമയം ഉണ്ടാവില്ല എന്നല്ലേ? വേണം തോന്നിയാൽ ഒക്കെ ഉണ്ടാവും. ബാക്കി പറയുന്നൊക്കെ വെറുതെ. ഉണ്ണാൻ വരാൻ പറയൂ കുട്ടി. വരൂ. ജയശ്രീ, ജയശ്രീ, നീ വല്ലതും കഴിച്ചോ? എണീറ്റിരിക്കെ. പഠിക്കുന്ന കാലത്ത് ഒരു പോപ്പ് സിംഗർ ആകാൻ കുറെ കാലം നോക്കി. ഗിത്താറും തൂക്കി നടന്നു. ക്ലിഫ് റിച്ചാർഡ്, എൽവിസ് പ്രീസ്ലി എന്നിവരുടെ ചിത്രങ്ങൾ ചുവരിൽ തൂക്കി. പിന്നെ ആരാധന യഹൂദി മെനൂഹിനുണ്ടായി. ഇതൊരു ഗിഫ്റ്റാണ്. നിന്നെപ്പറ്റി ആ വീട്ടുകാർ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ ചിരി ഒതുക്കാൻ കഷ്ടപ്പെട്ടു. ഗതികേടായിപ്പോയി. ഒരു കളവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു കളവ്. ഇനി ആയുഷ്കാലം മുഴുവൻ ഇവരെ ഒളിച്ചു നടക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പൊ ഭയം. സിരാം, ഒരു ഉറക്കം കഴിഞ്ഞില്ലേ? ഇനി നിന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറ. ഫോർ എ ചേഞ്ച്. യു ആർ എ നൈസ് ഗേൾ, സ്പോർട്ടീവ് ടൈപ്പ്. എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടോ? ഈ ലൈഫിൽ നിനക്ക് വിഷമം തോന്നിയിട്ടില്ലേ ചിലപ്പോഴെങ്കിലും? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. അറിഞ്ഞിട്ടെന്ത് കാര്യം? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് മടങ്ങിപ്പോകാൻ തിരക്കുണ്ടോ? ബസ്സിൽ അയച്ചു തരാം. ഒരു കളവൂടെ ഉണ്ടാക്കി പറയണം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഞാൻ മടങ്ങിപ്പോകാൻ വൈകും, അതുകൊണ്ട് പറഞ്ഞതാ. അവള് വന്നോ? വന്നു.
അവള് വല്ലതും കഴിച്ചോ ആവോ? വരൂ, കിടക്കാം. എവിടേക്കാ? ടൂറിസ്റ്റ് ഓഫീസില് 1 മാസത്തേക്ക് ആളെ എടുക്കുന്നു. വെറുതെ ക്യൂവിൽ നിൽക്കാം. കിട്ടിയൊന്നുമില്ല. കിട്ടില്ലെന്ന് വിചാരിച്ച് ഒന്നിനും പോകരുത്. എണീറ്റെന്ന് പറയാം. ചായ ആയിട്ടുണ്ടോ ആവോ? തിരക്കില്ല. പാല് വരാൻ വൈകി. ഇപ്പോഴാവും. പണിയുടെ കാര്യല്ലേ, പ്രാർത്ഥിച്ചു പൊയ്ക്കോ, കിട്ടും. ദാസ് എണീറ്റുണ്ടാവില്ല അല്ലേ? വിളിക്കാം. വേണ്ട, വിവരം അറിയാലോ വെച്ച് മോർണിംഗ് വാക്ക് വഴിയാക്കി. ഛർദി വല്ലാതെ ഉണ്ടോ? സാരമില്ല, ചിലർക്ക് അങ്ങനെയാ, കടിഞ്ഞൂലാവുമ്പോ കൂടും. തലവേദന ഛർദി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തോന്ന് വിചാരിച്ചു. പിന്നല്ലേ കാര്യം മനസ്സിലായത്. നാളെ തെറ്റിയിട്ട് എത്രയായി? അങ്ങനൊന്നുമില്ല. ഇതത്ര നാണിക്കേണ്ട കാര്യമൊന്നുമല്ല. ദിവസവും രാവിലെ കുളിച്ചു തൊഴുക, 3 മാസം മുടങ്ങാതെ പുരുഷ സൂക്തം ജപിച്ച നെയ് സേവിക്കുക. സ്വത്തും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ ആൺകുട്ടി തന്നെ ആവട്ടെ. പതുക്കെ നടന്നോളൂ, ഞാൻ ഒപ്പം എത്തിക്കോളാം. ആണായാലും പെണ്ണായാലും മനസമാധാനത്തോടെ കഴിയാനുള്ള അനുഗ്രഹമാണ് വേണ്ടത്. എന്റെ കുട്ടിയുടെ സ്ഥിതി കണ്ടില്ലേ? ദാസൊന്നും പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞു. 30 കൊല്ലം തികയും അടുത്ത കന്നിയിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. കറുത്തിട്ടൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ആ ദൈവാധീനാ വേണ്ടത്. പെൺകുട്ടികളായാൽ അതെപ്പോഴും പ്രാർത്ഥനയിൽ വേണം കുട്ടി. വ്യായാമം വേണം. പിന്നെ ആണുങ്ങളെ കൊണ്ട് നടക്കാൻ കുറച്ച് തഞ്ചവും തരവും വേണം. എന്റെ അമ്മ പറയും, എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു അവർക്ക് തോന്നണം. സത്യത്തിലൊന്നും ഉണ്ടാവാനും പാടില്ല. അതാ വേണ്ടത്. ആ, നടക്കട്ടെ.